ഇനി ആരോഗ്യമുള്ള പല്ലുകൾക്കായി ഡോക്ടർ ദിനക്സ് ഫാമിലി ഡെന്റൽ ക്ലിനിക്ക് തന്നെ ചൂസ് ചെയ്യും. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് 6238355070. രാജ്യത്തിന്റെ തലവര മാറ്റിയത് ഭക്ഷ്യസുരക്ഷാ നിയമം. പ്രൊഫസർ KV തോമസിനെ പ്രശംസിച്ച് മുതിർന്ന പത്രപ്രവർത്തകൻ തോമസ് ജേക്കബ്. ഭക്ഷ്യസ്വയം പര്യാപ്തത കൈവരിച്ചതിന്റെ ഗുണം സാധാരണക്കാരുടെ അടുക്കളയിൽ എത്തിച്ചത് ഭക്ഷ്യസുരക്ഷാ നിയമമാണെന്നും ഈ നിയമം കൊണ്ടുവന്നത് പ്രൊഫസർ KV തോമസ് ആണെന്നത് അഭിമാനകരമാണെന്നും മുതിർന്ന പത്രപ്രവർത്തകൻ തോമസ് ജേക്കബ് അഭിപ്രായപ്പെട്ടു. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അരനൂറ്റാണ്ടോളം ദൈർഘ്യമേറിയ സാമൂഹ്യ ജീവിതത്തിന്റെ കഥകൾ പറഞ്ഞ് പ്രൊഫസർ KV തോമസ് എഴുതിയ കുമ്പളങ്ങിയിൽ നിന്ന് ചെങ്കോട്ടയിലേക്ക് എന്ന പുസ്തകം അദ്ദേഹത്തിന്റെ 80ാം പിറന്നാൾ ദിനത്തിൽ മുൻ ചീഫ് ജസ്റ്റിസ് സിറിയക് ജോസഫിൽ നിന്ന് ഏറ്റുവാങ്ങി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആ പ്രോജക്റ്റ് യാഥാർത്ഥ്യമാക്കുന്നതിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ എടുത്ത ധീരമായ തീരുമാനം. എത്രയോ സമരങ്ങളാണ് നടന്നത്. സ്വാഭാവികമായിട്ടും മത്സ്യത്തൊഴിലാളികൾക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഇന്ന് അഭിമാനകരമായി, ഇന്ത്യക്ക് അഭിമാനകരമായി മാറുക. ഞാനിത് പറയാൻ കാരണം രാഷ്ട്രീയ രംഗത്ത് വെല്ലുവിളികളുണ്ടാകും. പക്ഷേ ജനങ്ങൾക്ക് ഗുണകരമാണെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകണം. ഇവിടെ സൂചിപ്പിച്ച ഭക്ഷ്യസുരക്ഷാ നിയമം സോണിയാഗാന്ധിയുടെ പ്രോജക്റ്റാണ്. അത് നടപ്പിലാക്കുന്ന കാലത്ത് ഒത്തിരി പ്രതിബന്ധങ്ങളുണ്ടായിരുന്നു. പക്ഷേ ആ പ്രതിബന്ധങ്ങളെ അതിജീവിച്ച് 2013 നവംബറിൽ അത് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചപ്പോൾ അതിനെ പിന്തുണ പ്രഖ്യാപിച്ചത് വലിയ പനിയുള്ള സന്ദർഭത്തിൽ പോലും സോണിയാഗാന്ധി പാർലമെൻറ്റിൽ വന്ന് അതിനാദ്യം സപ്പോർട്ട് ചെയ്തവരാണ്. കേരളത്തെ ടൂറിസം ഡെസ്റ്റിനേഷൻ ആക്കിയെടുത്ത് പുതിയൊരു വ്യവസായത്തിന് വഴി തുറന്നതും അദ്ദേഹമാണ്. പ്രകാശനം നിർവഹിച്ച മുൻ ചീഫ് ജസ്റ്റിസ് സിറിയക് ജോസഫ് അഭിപ്രായപ്പെട്ടു. CPM ജില്ലാ സെക്രട്ടറി S സതീശൻ അധ്യക്ഷത വഹിച്ചു. മാധ്യമപ്രവർത്തകൻ അബ്ദുള്ള മട്ടാഞ്ചേരി പുസ്തക പരിചയം നടത്തി. മുൻ മന്ത്രിമാരായ P രാജീവ്, K ബാബു, ഡൊമിനിക് പ്രസന്റേഷൻ, മുൻ MLA KJ മാക്സി, BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് KS രാധാകൃഷ്ണൻ, CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം CN മോഹനൻ, നെതർലൻഡ് മുൻ അംബാസിഡർ വേണു രാജാമണി, കൊച്ചി ഇന്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവൽ പ്രസിഡന്റ് EN നന്ദകുമാർ, രേഖ തോമസ് എന്നിവർ പ്രസംഗിച്ചു. തോമസ് മാഷിനെ ഞാൻ ആദ്യമേ ജന്മദിന ആശംസകൾ നേരുന്നു. ആയുസ്സും ആരോഗ്യവും നൽകി ജഗദീശ്വരൻ അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് നിങ്ങളോടൊപ്പം ഞാനും പ്രാർത്ഥിക്കുന്നു. കുമ്പളങ്ങിയിൽ നിന്ന് ചെങ്കോട്ടയിലേക്ക് എന്ന ഈ പുസ്തകത്തിൻ്റെ ഒരു ഈ ഫോം എനിക്ക് അദ്ദേഹം അയച്ചു തന്നിരുന്നു. പക്ഷേ അത് അക്ഷരങ്ങൾ ചെറുതായതുകൊണ്ട് ഇതിനകത്ത് വായിക്കാൻ പ്രയാസമായി. മാഷിൻ്റെ മിക്കവാറും പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. ഇത് മനോഹരമായി അച്ചടിച്ച് രൂപകൽപ്പന ചെയ്ത് ഇറക്കിയിരിക്കുന്ന പുസ്തകമാണ്. ഇത്ര മനോഹരമായി ഈ പുസ്തകം രൂപകൽപ്പന ചെയ്തതിന് മന്ദാരം പബ്ലിഷേഴ്സിന് ഞാൻ ഹാർദമായി അഭിനന്ദിക്കുന്നു. മാഷ് എന്തെഴുതിയാലും അത് വായനാസുഖമുണ്ട് എന്നുള്ളതാണ് ആദ്യ പുസ്തകം മുതൽ മാഷ് എഴുതുന്ന എല്ലാ പുസ്തകങ്ങളുടെയും സവിശേഷത. അതിന് വായനാസുഖമുണ്ട് എന്നുള്ളതാണ്. തെളിഞ്ഞ മലയാളത്തിൽ തനിക്ക് അനുഭവമുള്ള കാര്യങ്ങൾ നിർമ്മമനായി പറയാനുള്ള മാഷ്ക്ക് അപാരമായ കഴിവ് അഭിനന്ദനീയമാണ്. അദ്ദേഹം തുടർന്നും എഴുതും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തിന് ഇപ്പോഴത്തെ രീതിയിലല്ല, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാല പുസ്തക പ്രസാധനത്തിൻ്റെയും പുസ്തക പ്രകാശനത്തിൻ്റെയും മത്സരം തന്നെ കേരളത്തിൽ നടക്കുമ്പോൾ തെരഞ്ഞെടുപ്പിന് വേണ്ടി അല്ലാതെ എഴുത്ത് തൻ്റെ ശീലമാക്കി മാറ്റിയ മാഷിനെ ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദനം അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ന്യൂസ് ബ്യൂറോ, തോപ്പുംപടി.